ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയം നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു ടൈമിൽ എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇർറീപ്ലേസബിൾ, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, കോൺവെർസേഷൻ ആൻഡ് കൺഫ്യൂഷൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനായിട്ട് സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. ഒരിക്കലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു റിയലൈസേഷൻ ഈ ഒരു ടൈമിൽ അവർക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് തന്നെയാണല്ലോ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നൊരു കുറ്റബോധം, ആ ഒരു റിഗ്രറ്റ് ഫീൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. കോൺവെർസേഷൻ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒന്ന് ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതോടൊപ്പം നമുക്കിവിടെ കൺഫ്യൂഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കൺഫ്യൂഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് എടുക്കേണ്ട ആക്ഷൻ അല്ലെങ്കിൽ എടുക്കേണ്ട തീരുമാനം, ഇതിലൊന്നും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. എല്ലാ രീതിക്കും ഒരു റിഗ്രറ്റ് ഫീൽ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഈ ഒരു സമയം. അതോടൊപ്പം തന്നെയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റാനും സാധിക്കില്ല എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു കുറ്റബോധവും അവർ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന അവസരങ്ങളും എല്ലാം ഇപ്പൊ അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്.